ഗുരുവായൂരപ്പന്റെ ആനകൾക്കിനി സുഖചികിത്സാ കാലം. പ്രകൃതി കനിഞ്ഞു നൽകിയ ഔഷധക്കൂട്ടുകളുടെ കാര്യത്തിൽ ആനകളുടെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള സുഖചികിത്സയ്ക്ക് ഗുരുവായൂർ ദേവസ്വത്തിൽ തുടക്കമായി. ദേവസ്വം റവന്യൂ സെക്രട്ടറി എം.ജി. രാജമാണിക്യം IAS ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊമ്പന്മാർക്ക് ഔഷധ ചോറുരുള നൽകിയായിരുന്നു ഉദ്ഘാടനം. ദേവസ്വം കൊമ്പൻ ജൂനിയർ വിഷ്ണുവിന് ഔഷധ ചോറുരുള നൽകിയായിരുന്നു ഉദ്ഘാടനം. തുടർന്ന് കൊമ്പന്മാരായ വിനായകൻ, ഗോപികൃഷ്ണൻ ഉൾപ്പെടെ മറ്റാനകൾക്കും ഔഷധ ചോറുരുളകൾ നൽകി. ഗുരുവായൂർ ദേവസ്വം ആനകൾക്കുള്ള സുഖചികിത്സ ലോകത്തിനാകെ മാതൃകയാണെന്ന് ദേവസ്വം റവന്യൂ സെക്രട്ടറി എം.ജി. രാജമാണിക്യം പറഞ്ഞു. ആന സുഖ ചികിത്സ തന്നെ ഇൻഫാക്ട് നേരത്തെ തന്നെ പറഞ്ഞ് നമ്മൾ കേരള അതിലും ഒരു മാതൃകയാണ്. എന്നുവെച്ചാൽ ഈ പണ്ട് ഈ സാമൂതിരി കാലത്ത് തന്നെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും 1990-കളിലിരുന്നാണ് തുടർന്ന് നമ്മൾ 36ാമത് വർഷമായിട്ട് നടത്തുന്നതാണ് ഈ ആനയ്ക്കുള്ള സുഖചികിത്സ. 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സുഖചികിത്സ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ നമുക്ക് ഈ കർക്കിടക മാസത്തെ എങ്ങനെയാണോ നമ്മളെല്ലാം ചികിത്സയ്ക്ക് പോകുന്നുണ്ടോ അതേപോലെ തന്നെയാണ് ആനയുടെ ആ സംഭവം കൂടി ചെയ്യാനുള്ള ഒരു ഇതാണ്. ആനകളുടെ സുഖചികിത്സ മഹാത്ഭുതങ്ങളിൽ ഒന്നാണെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് പറഞ്ഞു. ആനകളെ സംരക്ഷിക്കാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും. ആനക്കോട്ടയുടെ വികസനവും പരിഗണനയിലുണ്ടെന്നും ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് കൂട്ടിച്ചേർത്തു. ആനകൾക്ക് ഇത്രയും സുഖകരമായ ഒരു മാസം 30 ദിവസം ലോകത്തെവിടെയുണ്ടാവില്ല, ഗുരുവായൂരിലല്ലാണ്ട്. ഒരു മഹാത്ഭുതങ്ങളിൽ എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളിൽ ഒന്നാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും മനോഹരമായ ഒരു ആനക്കോട്ട ഭാവിയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കുന്നുള്ളൂ. മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, PC ദിനേശൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കാളികളായി. ദേവസ്വം ആനത്താവളത്തിലെ 35 ആനകളിൽ മതപ്പാടിലുള്ളതും ക്ഷേത്രത്തിൽ ശീവേലി എഴുന്നള്ളിപ്പ് ചുമതലയുള്ളവയും ഒഴികെ 17 ആനകൾ സുഖചികിത്സാ ഉദ്ഘാടന ചടങ്ങിൽ അണിനിരന്നു. ജൂലൈ 30 വരെ സുഖചികിത്സ തുടരും. അമൃത ന്യൂസ്, തൃശൂർ.